നാടൻ മുളക് ചാറാണ് ഇന്നത്തെ വിഭവം. ഇതിനായി ഞാനൊരു 600 ഗ്രാം കേരയാണ് എടുത്തിരിക്കുന്നത്. 1.5 സവാള ചെറുതായി അരിഞ്ഞത്, 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 4 കഷ്ണം കുടംപുളി, 1.25 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1 അല്ലി വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ്, ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ. എല്ലാ പൊടികളും കൂടി അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. തീരെ ഡ്രൈ ആവാൻ പാടില്ല, ഒരുപാട് വെള്ളവും പാടില്ല. ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കുക. ഒരു 3 കൊല്ലമുളക് മുറിച്ചിട്ട് എണ്ണയിലേക്ക് ഇടുക. ഇട്ട് മൂപ്പിക്കുക. പിന്നെ കറിവേപ്പില ധാരാളം വേണം. അങ്ങനെ കടുക് വറുക്കൽ കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റാൻ മാത്രമേ പാടുള്ളൂ. ഒട്ടും മൂക്കരുത്. അതുകൊണ്ട് 1 മിനിറ്റ് മാത്രം മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതും വാടാനേ പാടുള്ളൂ. ഒരുപാട് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ് ഇട്ട് ഇളക്കിയാൽ മതി, അതും സിമ്മിൽ. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാലകൾ എടുത്തിട്ട് അതിലേക്ക് ചേർത്തിളക്കുക. ഒരല്പം വെള്ളം പാത്രത്തിലൊഴിച്ച് ഒരു സ്പൂൺ വെള്ളം പാത്രത്തിലൊഴിച്ച് അതും കൂടി ചേർക്കാം. വെള്ളം ഒരുപാട് കൂടരുത്, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ മസാലകളൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം പോവാനായിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്, മസാല വഴറ്റുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മസാല നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ നിറം മാറുന്നത് വരെ, ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റാം. പിന്നെ കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേക്കും മസാല നന്നായിട്ട് കുഴഞ്ഞു വരും. ഒരല്പം കൂടി കറിവേപ്പില ചേർക്കാം. ഈ ഇളക്കൽ വളരെ പ്രധാനമാണ്. കാരണം ഇതാണ് ഈ മീൻകറിയുടെ ടേസ്റ്റിൻ്റെ പ്രധാന കാരണം. എണ്ണ കിനിയുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു ചുമന്ന നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരി ചില്ലിയും കൂടി ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ എണ്ണ കിനിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മസാല വഴറ്റണം. ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു മസാലയുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ അതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ഒരു 10-12 മിനിറ്റോളം നമുക്ക് സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം ഇട്ട് ഈ മീൻ വേവിക്കാം. സ്പൂണിട്ട് ഇളക്കരുത്, കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് പാത്രത്തോടെ എടുത്തിട്ട് പാത്രം ഒന്ന് ചുഴറ്റി ഒന്ന് കറക്കി കൊടുത്താൽ മതി. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെയധികം ടേസ്റ്റ് ഉണ്ട്, വളരെ കാണാനും നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ ലുക്ക്. നല്ല ഭംഗിയുള്ള ചുമന്ന നിറത്തിലാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ അല്പം പോലും തേങ്ങയോ തേങ്ങാപ്പാലോ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ദിവസം ഇരുന്നോളൂ.
പിന്നെ ഇതാണ് ആദ്യത്തെ ദിവസത്തെ ലുക്ക്. ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് വേറൊരു ചട്ടിയിലാക്കിയിട്ട് ഒരു 3 ദിവസം കൊണ്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതായത് മീൻ വറ്റിച്ചത്, മുളക് ചാറ് വറ്റിച്ചതാണത്. അതിന് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ചാറൊക്കെ വറ്റി രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കും. ഒരു 5 മിനിറ്റ് വീതം തിളപ്പിച്ചു കൊടുക്കും. ഇത് രണ്ടാമത്തെ ദിവസത്തെ ലുക്കാണ്. ഇതാണ് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഈ മീൻകറിയുടെ അവസ്ഥ. ഇതിന് ഓരോ ദിവസം ചെല്ലുന്തോറും ഒരു ടേസ്റ്റ് കൂടി വരും. ശരിക്കും മീൻകറി ഉണ്ടാക്കിയ ഉടനെ അല്ല കഴിക്കേണ്ടത്. ഒരു മീൻകറി അല്പം ആറിയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. അതുപോലെ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കാണ് മീനിന് കൂടുതൽ ടേസ്റ്റ് വയ്ക്കുക.